ഹായ്, ഗുഡ് മോർണിംഗ്. ഞാനിന്ന് നിൽക്കുന്നത് നമ്മളുടെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്താണ്. അതായത് നമ്മൾ ശക്തൻ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചരിത്ര പ്രസിദ്ധമാണ്. അർജന്റീനയിലെ പണ്ടത്തെ നമ്മളുടെ പൂർവികർ നമ്മൾ കണ്ടാവും വലിയ പള്ളി, ചെറിയ പള്ളി, അല്ലെങ്കിൽ ലാറ്റിൻ പള്ളി എന്നൊക്കെ പറയുന്ന പോലെ ഒരു പൗരാണിക സംസ്കാരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പണ്ടത്തെ കച്ചവടക്കാർ സ്ഥാപിച്ചിട്ടുള്ള ഒരു ചരിത്രപ്രസിദ്ധമായ നമ്മുടെ പോപ്പ്, നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വന്നിറങ്ങിയിട്ടുള്ള, അന്ന് വന്നിറങ്ങിയതിന് ശേഷമാണ് ഈ ശക്തൻ നഗർ ഇത്രയ്ക്കും വളരെ പ്രശസ്തിയിലേക്ക് ഉയർന്നത്. അദ്ദേഹം ഇന്ന് നമ്മളുടെ വിശുദ്ധരുടെ ഗണത്തിലാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവം നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തൃശ്ശൂർ റൗണ്ട് ലോകശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളതാണ്. കാരണം തൃശ്ശൂർ റൗണ്ട് പോലത്തെ റൗണ്ട് വേൾഡിലില്ല. അതുപോലെ തന്നെ സെക്കൻഡ് റൗണ്ട്, അതായത് ആകാശപാത, ഇത് ഒരുപാട് വിഷയങ്ങളിൽ കൂടെ കടന്നു വന്നിട്ടാണ് ഇതിങ്ങനെ ഉണ്ടായിട്ടുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് ഒരു സംഭവം, ഒരു വികസനം വരുമ്പോൾ അതിന് പലതരത്തിലുള്ള നമ്മുടെ അതിൻ്റെ സംശയങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ MP, MLA ഇവരെല്ലാവരും ഒരുമിച്ച് കൈകോർത്തപ്പോൾ സംഭവിച്ചൊരു അത്ഭുതമാണ്. ഇതിപ്പോൾ ഒരു വലിയൊരു ട്രെയിൻ ഇങ്ങനെ പോണ പോലെയാണ് എനിക്ക് തോന്നണത്. അതിങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ വരികയാണ്. ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ വരുന്നതും, അതുപോലെ തന്നെ ആ വണ്ടികളുടെ യാത്ര, ആ വണ്ടികളുടെ വരവ്, എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഈ നമ്മുടെ ശക്തൻ മാർക്കറ്റ് ഒന്ന് വീക്ഷിക്കാവുന്നതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും വളരെ സംഭവമാവാൻ തന്നെയാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നിങ്ങളുടെ സ്വന്തം സംശയമില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മൈന തന്നെ നമ്മള് പഠിച്ച പോലെ കോർപ്പറേഷൻ ഉണ്ട്. സുരേഷ് തിരിഞ്ഞു നോക്കി മുറ്റത്ത് 2-3 മൈന എന്ന് പറഞ്ഞ പോലെ നമ്മുടെ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ സംശയിക്കുന്ന ഒരുപാട് കോർപ്പറേഷന് ഒരുപാട് നല്ല നല്ല സിദ്ധമായ, അതായത് ഇനിയിപ്പോ ലോക ആദായങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നുണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റൗണ്ട് തന്നെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്നത്. നന്നാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ തത്സമയം അവിടെ സംസാരിക്കുന്നത് ഇവിടെ തന്നെ നമ്മൾ നോക്കിയപ്പോൾ ആകാശപാതയുടെ സമർപ്പണം 27 ഡേറ്റ് പറഞ്ഞിട്ട് നമ്മളുടെ കോർപ്പറേഷൻ മേയർ 7 സെപ്റ്റംബർ എന്ന് പറയുമ്പോ ഇന്ന്, അതുപോലെ തന്നെ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നോക്കിയാണ് അത് കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ എന്ന് പറയുന്നത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രി, നിങ്ങൾക്കറിയാലോ, രാജൻ, റവന്യൂ മന്ത്രി, സംഭവം അങ്ങനെയുള്ളവരുടെ ഫോട്ടോസാണ് നമ്മളിതിൽ കാണുന്നത്. അത് ഒന്നുകൂടി എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് സെപ്റ്റംബർ 2024 വെള്ളിയാഴ്ച വൈകിട്ട് 27 വൈകിട്ട് 5 മണിക്ക് ശക്തൻ നഗറിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം എല്ലാവരും തദവസരത്തിൽ വരണമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല. അപ്പോൾ ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ പാത നമുക്കൊന്നുകൂടി കാണാവുന്നതാണ്. അത്രയ്ക്കും കണ്ടീഷനോട് കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്.